കഴിഞ്ഞ എക്സാംസ് എല്ലാം ഓവറോൾ ഓക്കെ തന്നെയായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ചില എക്സാംസ് ഒക്കെ ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ട് അവർ പ്രിപ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർ ശ്രമിച്ചിട്ടുണ്ട്. അത് വേറെ ക്വസ്റ്റ്യൻസ്, ഒരു പുതിയ ടൈപ്പ്, വേറെ ടെർമിനോളജിയൊക്കെ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് പോകുന്നവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ അത് നമുക്ക് പോർട്ടലിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, പോർട്ടലിൽ മെയിൻലി യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നിയ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവൈലബിലിറ്റി തന്നെയാണ്. അവസാനത്തെ നിമിഷങ്ങളിൽ നമുക്ക് റിവിഷൻ എവിടെ റിവിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും എവിടെ ഫോക്കസ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണമെന്ന് നമുക്ക് അത് തീരുമാനിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും സഹായിക്കുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവൈലബിലിറ്റി വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഈ അവസാനത്തെ നിമിഷങ്ങളിലല്ലാതെ തലേ ദിവസം, ഈ എക്സാമും തുടങ്ങുന്നതിന് തലേ ദിവസങ്ങളിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് റിവിഷൻ ക്ലാസ്സസ് തന്നെയായിരുന്നു. റിവിഷൻ ക്ലാസ്സസ് ആയിട്ട് മിസ്സുമാർ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും ഗൂഗിൾ മീറ്റ് വെച്ച് റിവിഷൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെക്കോർഡ് വീഡിയോസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് പോർട്ടലിനകത്ത്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ എല്ലാം ഇരുന്ന് കാണുന്നതിനേക്കാളും വേണമെങ്കിൽ ഇതിരുന്ന് കണ്ടാലും മതി. അത് ഒന്ന് ഓവറാൾ എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ ഇതിരുന്ന് കണ്ടാൽ മതി. അപ്പോൾ അത് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഉള്ളത് എപ്പോഴത്തെയും പോലെ ഈ SLMൻ്റെയും വാൻ്റെ അവൈലബിലിറ്റി. നമുക്ക് എപ്പോഴും ടെക്സ്റ്റ് ചില സമയത്ത് വല്ല കാറിരുന്നോ ബസ്സിലിരുന്ന് നോക്കണമെങ്കിൽ കയ്യിൽ ടെക്സ്റ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് SLM വാനും നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ വാന് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം മിക്ക സമയത്ത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ വാൻ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. SLM തന്നെയാണ് കൂടുതലും ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ട് SLM തന്നെയാണ് നോക്കിപ്പോയിട്ടുള്ളത്. വാൻ വളരെ യൂസ്ഫുൾ തന്നെയാണ്. നമുക്ക് ഇത് ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് ഓട്ടിച്ച് നോക്കാൻ പറ്റിയത് വാന് തന്നെയാണ്. പക്ഷേ ഈ റിവിഷൻ്റെ സമയത്ത് വാൻ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഈ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുന്നേ വാൻ നോക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ല, അങ്ങനെയാണ് നോക്കിപ്പോയിട്ടുള്ളത്. പിന്നെ അവസാനത്തെ നിമിഷങ്ങളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും മെയിൻലി തേടുന്നത് ഈ SLMൽ തന്നെയാണ്. SLMനകത്ത് ആ യൂണിറ്റിന് പോയി ആ ടോപ്പിക്കിൻ്റെ കീഴിലുള്ള കാര്യങ്ങൾ എല്ലാവരുമായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഷോർട്ടാക്കി നമ്മൾ പഠിക്കും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്.